ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ വിൻഡോയിലൂടെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് നമ്മുടെ സോസേജ്, പൊട്ടറ്റോ, പിന്നെ ബേക്കൺ ശരിക്കും നമ്മുടെ നാട്ടിലെ ഇറച്ചിയൊക്കെ ഉണക്കി വറുത്ത ഒരു ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ബീൻസൊക്കെ ക്യാനിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട് യോഗട്ടാണ്, പല ഫ്ലേവറിലുള്ള പല ഫ്രൂട്ട്സിൻ്റെ യോഗട്ട്. പിന്നെ നമ്മളുടെ ചായയും കാപ്പിയൊക്കെ അവിടെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് ചൂടോട് കൂടി എടുത്തിട്ട് അതിലേക്ക് ക്രീമോ അല്ലെങ്കിൽ മിൽക്ക് കിട്ടും കേട്ടോ. നല്ല രുചിയുള്ള വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വരണം, നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളിലൊക്കെ തന്നെ വരണം. നമുക്ക് പുട്ടും കടലയും അപ്പം, വട, അങ്ങനെ ദോശ, ഇഡ്ഡലി, അങ്ങനെയുള്ള കുറേ വെറൈറ്റി ഐറ്റംസ്, അത്രയും വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വരണം കേട്ടോ. ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഒരുപോലത്തെ തന്നെ ഓപ്ഷൻസ് ആയിരിക്കും. ടോസ്റ്റൊക്കെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാവർക്കും ടോസ്റ്റ് ഉണ്ടാവും. പിന്നെ സ്ക്രംബിൾഡ് എഗ്ഗ് അല്ലെങ്കിൽ എഗ്ഗ് ഓംലെറ്റ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഗ്ഗിൻ്റെ കുറച്ച് വെറൈറ്റി ഒക്കെ ഉണ്ടാവും. പിന്നെ സോസേജ്, ബേക്കൺ പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് കേട്ടോ. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൂടുതലും സ്വീറ്റാണ്. അപ്പോൾ സീരിയൽസൊക്കെ ആണെങ്കിൽ തന്നെയും എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാവും. അപ്പോൾ ഈ ഹോട്ടലിലാണെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് കഴിക്കാനുള്ള സമയവും അതിനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ പള്ളിയിലേക്കുള്ള യാത്രയിലാണ്. പള്ളിയിലേക്ക് പോകുന്ന വഴി നമുക്ക് കാണാം സെയിൻറ്റ് ലോറൻസ് റിവർ. ആ സെയിൻറ്റ് ലോറൻസ് റിവറിൻ്റെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഓൾഡ് ക്യൂബക് ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ ഇങ്ങനെ ഒരു ഹൈവേ ആണ്. അപ്പോൾ ആ ഹൈവേയിലൂടെയാണ് നമ്മുടെ യാത്ര. ഒരു 3.5 മണിക്കൂറോളം ഉണ്ട് നമുക്ക് പള്ളിയിലേക്ക്. ആ ഹോട്ടലിൽ നിന്ന് നമുക്ക് ക്യൂബക് സിറ്റിയിൽ തന്നെയാണ് ഈ പള്ളി ഉള്ളത്. ഈ പള്ളി കാനഡയുടെ ഏറ്റവും ആദ്യത്തെ ബസിലിക്കയാണ്. അപ്പം വളരെ മനോഹരമായിട്ടുള്ള പള്ളിയിലേക്കുള്ള വഴികളും വളരെയധികം മനോഹരമാണ്. അപ്പം ഞങ്ങൾക്ക് ഈ വഴി കൂടെ പോയിപ്പോൾ ഓർമ്മ വന്നത്, നമ്മൾ നയാഗ്ര ഫോൾസിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു റോഡുണ്ട്. അത് പക്ഷേ ഹൈവേ ഒന്നല്ല, ഒരു 50 സ്പീഡിലൊക്കെ ഉള്ള റോഡാണ്. അപ്പോൾ ആ റോഡിലൂടെ പോയ ഒരു ഓർമ്മയായിരുന്നു. പക്ഷേ വാട്ടർഫോൾസിന് പകരം ഇവിടെ റിവറാണെന്ന് മാത്രം. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അതായത് നല്ലൊരു ദിവസം അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സൈഡിൽ ഈ റിവർ ഫ്രോസണായി കിടക്കാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം ഇങ്ങനെ മഞ്ഞിൽ മൂടിക്കിടക്കുകയാണ്. പിന്നെ ഈ റിവറാണെങ്കിൽ നല്ല ഫ്രോസണായിട്ട് കിടക്കാണ്. നയാഗ്ര ഫോൾസിലൂടെ പോവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെള്ളമൊക്കെ തെറിക്കും. അതുപോലെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ വെള്ളം തെറിക്കുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. ശരിക്കും നയാഗ്ര ഫോൾസിൻ്റെ ആ ഒരു റോഡിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ്. ഭയങ്കര രസമുണ്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ കുറേയധികം പള്ളികളുള്ളൊരു സ്ഥലമാണ് ക്യൂബക്. അതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ പല പള്ളികളുടെയും പല ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സെയിൻറ്റ് ലോറൻസ് റിവറിൽ നിന്നുള്ള വാട്ടർ ഉപയോഗിച്ചാണ് ഇവിടുത്തെ ആൾക്കാർ കൂടുതലും കുടിവെള്ളമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. കുപ്പികളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന കുടിവെള്ളം ഈ സെയിൻറ്റ് ലോറൻസ് റിവറിൽ നിന്ന്
ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പോണ വഴിക്ക് കാണാം അതിൻ്റെ പ്യൂരിഫയിങ്, മേക്കിംഗ്, പ്രോസസ്സിംഗ് ഒക്കെ ആയിട്ടുള്ള പ്ലാൻസ്, ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാം. ഈ വഴിയിലുടനീളം നമ്മൾ കാണുന്നത് സെയിൻറ്റ് ലോറൻസ് റിവറാണ്. അത് ഫ്രോസണായി കിടക്കാണ്. സമ്മറിലൊക്കെ ആണെങ്കിൽ വരാണെങ്കിൽ നമുക്ക് ഫിഷിംഗ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫിഷിംഗ് ചെയ്യണതും പിന്നെ അതിൻ്റെ പ്രിസർവേഷൻസും പിന്നെ അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം നമുക്ക് കാണാനുള്ള സൗകര്യമുണ്ട് നമുക്ക് സമ്മറിൽ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഫ്രോസണായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫിഷിംഗ് ഒന്നും കാണാനുള്ളൊരു ഇതില്ല. അപ്പോൾ ഈ പോകുന്ന ഈ സെയിം വഴിയിൽ തന്നെ നമുക്ക് ഓൾഡായിട്ടുള്ള ബിൽഡിങ്ങുകളും കാണാം, അതുപോലെ ന്യൂ ആയിട്ടുള്ള മോഡേൺ കൺസ്ട്രക്ഷൻസ് ഒക്കെ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓൾഡ് ക്യൂബക് സിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. അതുപോലെ തന്നെ കുറേ മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്ങുകളും നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ക്യൂബക് സിറ്റിയുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള ഈ പള്ളി നമുക്ക് അകലേന്ന് തുടങ്ങി കാണാം. 350 വർഷത്തെ ആനിവേഴ്സറി 2014 ഈ പള്ളി ആഘോഷിച്ചത്. അപ്പോൾ പള്ളിയുടെ വിശേഷങ്ങളും പള്ളിയുടെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസ് എ സ്മോൾ വേൾഡ്.